क्या नाम है आपका? रमोतार। रमोतार. आपका? शकुनिया देवी. രമോത്തിയ ആൻഡ് ശകുനിയ ദേവി. ഇവർക്ക് ഇത്രയും സ്ഥലമാണല്ലോ. ദേ ഹാവ് ദിസ് മച്ച് ഓഫ് ലാൻഡ്. ദിസ് ഈസ് ദെയർ ഹൗസ്. ഇതാണ് അവരുടെ വീട്. അവർക്കുള്ള സ്ഥലം കിത്തന ജമീന്? ഏക്കട്ട. ये कट्ठा ഒരു 3 സെൻറ്റ് സ്ഥലം. ഈ കാണുന്ന ഈ ഷെഡ് ഇത് നമ്മുടെ ആരാധനാലയമാണ്. ഇത് നൽകിയത് ഈ കുടുംബമാണ്. ഇവർ കർത്താവിനെ അറിഞ്ഞിട്ട് ധാരാളം നാളുകളായിട്ടില്ല, 20 വർഷമായിട്ടില്ല. എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ അവർക്കുള്ള 3 സെൻറ്റിൽ നിന്നും 3 कट्टा से आधा कट्टा दे दिया, अने 1 कट्टा से आधा दे दिया. 3 സെൻറ്റ് 3.5 സെൻറ്റ് സ്ഥലത്ത് നിന്നും പകുതി സ്ഥലം ആരാധനാലയത്തിന് വേണ്ടി അവർ നൽകിയിരിക്കുകയാണ്. ഇന്നിവിടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമാണ്, ബച്ചേ ഖാരെ. ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇവർ ഇവിടെയുള്ള ഇവാഞ്ചലിസ്റ്റിനോടൊപ്പം നാരങ്ങാവെള്ളം കൊടുത്തു. എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് ഇവരെ സെർവ് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുകയായിരുന്നു, നമ്മളിൽ ആരെങ്കിലും 3 ഏക്കറുള്ളവർ 3 സെൻറ്റ് കർത്താവിന് വേണ്ടി കൊടുത്ത അനുഭവമുള്ളവർ 50% പേരുണ്ടോ? 10% പേരുണ്ടോ? ഈ മനുഷ്യൻ്റെ വീട് ഇതാണ്. ഉൻകാ ഘർ, ദിസ് ഈസ് ഹിസ് ഹൗസ്, ഹി ഈസ് ദ ഇവാഞ്ചൽ. ആപ്കാ നാം? നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച് സലേഷ്, അദ്ദേഹം ഇവിടുത്തെ സുവിശേഷകൻ. ഇവരൊക്കെ ഇവിടുത്തെ വിശ്വാസികളാണ്. ഇവരൊക്കെ പുതിയതായി കർത്താവിനെ അറിഞ്ഞവരാണ്. പ്രിയമുള്ളവരെ, ഉണ്ടെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയും. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കും. आप ये जमीन दिया, कितना रुपया आपको मिला? ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ സ്ഥലം കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടി? कुछ नहीं मिला तो क्यों दिया? प्रभु के जो है मेहमान, उसके लिए. പ്രഭു കാ മഹിമ, ദൈവത്തിൻ്റെ കൃപ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കുക, നമ്മളൊക്കെ ഇപ്പം ചെയ്യുന്ന അത്രമേ നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയത്തുള്ളൂ. 3 സെൻറ്റുള്ള ഒരു മനുഷ്യൻ തൻ്റെ സ്ഥലത്തിൻ്റെ പകുതി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ നമുക്കൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് അത്രയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് നാണവും നാണക്കേടും ഒക്കെ തോന്നുന്നു. നമ്മളൊക്കെ കർത്താവിനെ അറിഞ്ഞിട്ട് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ഒക്കെ ആയെന്ന് വീമ്പ് പറയുമ്പോഴും ഇന്നും ദൈവത്തിന് എന്ത് കിട്ടുമെന്നാണ് ധാരാളം ആൾ. വചനം ഉൾപ്പെടെ ഈ കുഞ്ഞുങ്ങളൊക്കെ, ഈ സഹോദരിമാരൊക്കെ ആദ്യമായി വചനം കേൾക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും പ്രസംഗം കേട്ട് തളരുന്നു, പ്രസംഗിച്ച് തളരുന്നു. എന്നാൽ ഇവർ ഒരു പ്രസംഗം കേൾക്കാൻ കൊതിക്കുകയാണ്. ഇതാ മീറ്റിംഗ് കഴിഞ്ഞാൽ അവർ പോകുന്നില്ല. ഈ പറയുന്ന ഭാഷയൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ അവർക്ക് പോകണ്ട. ഇങ്ങനെ വരണ്ട ഇടങ്ങളിലേക്ക് ദാഹജലത്തിൻ്റെ നീരുറവകളായി വരാൻ കഴിയുന്നു. വരാൻ മനസ്സുണ്ടോ? പോകാൻ മനസ്സുണ്ടോ? നമുക്കുള്ളതിൽ ഏറ്റവും നല്ലത് നൽകാൻ മനസ്സുണ്ടോ? അങ്ങനെ ചെയ്താൽ ആളുകൾ ഓടിക്കും. അതെ, ദാ മനോഹരമായ ഈ കിതാബ്, ഈ പുസ്തകം 12 ലെസൺസാണ്. അനു ഒരു എഞ്ചിനീയറാണ്. എത്ര വർഷമായിരുന്നു ബീഹാറിൽ? 13 വർഷമായി കർത്താവിൻ്റെ വേല ഇവിടെ പൂർണ്ണയിൽ, താൻ ബീഹാറിൽ പൂർണ്ണയിൽ പ്രവർത്തിക്കുക. അനേക യൗവനക്കാരെ ഇനിയും ആവശ്യമുണ്ട് കർത്താവിൻ്റെ വേലയ്ക്കാണ്. നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാം. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന മിന്നുന്നതെല്ലാം അല്ല പൊന്ന്. നമ്മൾ നേടുന്ന ആത്മാക്കളാണ് പൊന്ന്. അതിനുവേണ്ടി സഭ, ദൈവമക്കൾ തീരുമാനമെടുത്താൽ അത് ഏറ്റവും നല്ല സ്വർഗം സന്തോഷിക്കുന്നത്. आपने जो किया है सबसे अच्छा किया, आपने जो किया है सबसे अच्छा किया. आपको स्वर्ग में बड़ा प्रतिफल है. ആ കർത്താവിൽ ഞാൻ വന്നു, വളരെ സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു എന്നുള്ള സാക്ഷി. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വരിക, നമുക്കൊരുമിച്ച്
പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. God bless you.